കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയിരുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവ് സാവകാശം നൽകി. പ്രാർത്ഥനയോടെ ദിവസത്തിലിരിക്കുന്ന എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ആഴമായ ദൈവാത്മാവിൻ്റെ പ്രവർത്തികളിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ നടത്തട്ടെ എന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്ന് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. ഇന്നലെ ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് വന്ന് ഇച്ചിരി നേരം കിടക്കുന്നൊരു പ്രകൃതിയുണ്ട്. ചെറിയൊരു ക്ഷീണം വരുന്നതുകൊണ്ട് ആ കിടക്കുന്ന കിടപ്പിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവം എന്നെ ഒരു സ്വപ്നം കാണിക്കുകയാണ്. സ്വപ്നത്തിനകത്ത് ദൈവാത്മാവ് എന്നോട് പറയുകയാണ്. ആ സ്വപ്നത്തിനകത്ത് ഞാനൊരു ഒരു മെസ്സേജ് വരുന്നത് കാണുകയാണ്. എന്നിട്ട് പറയുന്നത്, ഈ മെസ്സേജിനകത്തൊരു നമ്പറുണ്ട്. ഈ നമ്പർ എന്നോട് ദൈവാത്മ പറയുകയാണ്, ഇത് ദൈവികമായിട്ടുള്ള ആത്മമണ്ഡലത്തിലെ അധികാരങ്ങളും അനുഭവങ്ങളും മിനിസ്ട്രികളും ഡീകോഡ് ചെയ്തെടുക്കാനുള്ള മെസ്സേജാണ് എന്ന് പറയുന്ന ഒരു സ്വപ്നം. അത് ദൈവം എന്നെ കാണിച്ചൊരു കാഴ്ചയാണ്. ഇന്നലെ ഒരു 7 മണിയോടുകൂടിയാണ് ഞാനത് കാണുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ദൈവാത്മാവ് ഇന്നലെ രാത്രിയിലെ മെസ്സേജിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, സത്യം. അടക്കപ്പെട്ടു, സത്യം. ഉയർത്തെഴുന്നേറ്റു. നമ്മുടേതെല്ലാം യേശു കാൽവറിയിൽ വഹിച്ചു. പക്ഷെ ക്രിസ്തുവിൻ്റേതെല്ലാം നമ്മിലേക്ക് തുറന്നത് റിസറക്ഷനാലാണ്. നമുക്ക് അതിൻ്റെ വെളിപ്പാടുകൾ ദൈവം തരുന്ന നമ്മളെ വെളിപ്പാടിൽ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മിൽ അതിൻ്റെ റിസൾട്ടുകൾ വെളിപ്പെട്ട് വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പല കുടുംബങ്ങളുടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കുകയും അവരെന്നോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ നന്നായി പ്രാർത്ഥിക്കുന്ന, നന്നായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, നന്നായി ദൈവരാജ്യ നിമിത്തം ചിലവിടുന്ന കുടുംബങ്ങളിൽ അവർക്ക് എന്താണെന്നറിയാത്ത ചില അനർത്ഥങ്ങൾ, ചില ബാരിയറുകൾ, ചില ബ്ലോക്കുകൾ പിന്തുടരുന്ന കുടുംബങ്ങളുണ്ട്. നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്, നന്നായി ദൈവനാമത്തിന് വേണ്ടി ചെലവിടുന്നവരാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്, ദൈവരാജ്യം സംബന്ധിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്, അങ്ങനെ ഉഴപ്പുന്നവരല്ല. പക്ഷേ അവരറിയാത്ത എന്തൊക്കെയോ ചിലത് അവരെ പോരാടുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിനകത്തുള്ള 2 വ്യക്തികൾ എന്നോട് സംസാരിച്ചു. 2 വ്യക്തികളും അവരുടെ ശരീരത്തിനകത്ത് പ്രത്യേക നിലയിൽ ഈ പുഴുക്കൾ അരിക്കുന്ന ഒരു സ്വപ്നം കാണുകയാണ്. പ്രത്യേകിച്ച് ഈ ഉപവാസത്തിലാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു 2 ആളും കണ്ടത് ഈ ഉപവാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവർക്കിത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ച്, പാസ്റ്റർ, ഞങ്ങളിങ്ങനെ ഒരു കാഴ്ച കാണുന്നു. അത് 2 പേരും മാറിയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു കാര്യം ഉണ്ടായിരിക്കും, ഒരു കാരണം ഉണ്ടായിരിക്കും. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ വീട്ടിൽ അവർ ഇതിനു മുമ്പ് ഒരു അനർത്ഥം, സാധാരണ വീടുകളിലൊന്നും സംഭവിക്കാത്തൊരു അനർത്ഥം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഒരു വലിയൊരു അനർത്ഥം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഒരു വലിയ നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ സഹോദര കുടുംബത്തിനകത്ത് വലിയ 2 അനർത്ഥം സംഭവിച്ചു. പിന്നെ ഞാൻ ഒന്നും കൂടെ ചോദിച്ചു ചെന്നപ്പോൾ അവരുടെ ഒരു സഹോദര കുടുംബമുണ്ട്. ആ സഹോദര കുടുംബത്തിനകത്തും ആ വ്യക്തിയുടെ ലൈഫിലും ഒരു വലിയ അനർത്ഥം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ബാരിയർ നിൽക്കുന്ന അനുഭവമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആ കുടുംബത്തിലുള്ള എല്ലാ കുടുംബത്തിൻ്റെ മേലും ആ കുടുംബത്തിലുള്ള എല്ലാ കുടുംബത്തിൻ്റെ മേലും ഇങ്ങനെ ലൈഫിനകത്ത് സ്റ്റക്കായി നിൽക്കുന്ന ലൈഫ്, അതിൻ്റെ മാധുര്യവും, ഭയങ്കര മാധുര്യമൊന്നും ഉണ്ടാകണ്ട, എന്തോ ഒരു കുടുംബങ്ങളിലെല്ലാം അനർത്ഥങ്ങൾ പിന്തുടരുന്നൊരു അനുഭവം. പക്ഷെ ഇവരെല്ലാം നല്ല ആളുകളാണ്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പുറകിൽ എന്തോ കാരണമുണ്ട്. എന്തോ കാരണമില്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അതിനകത്തൊരാളോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങളുടെ വീട്ടിൽ
കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് അതിൽ ഒരനർത്ഥം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പ്രവാചകൻ വന്നിരുന്നു. ആ പ്രവാചകൻ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനർത്ഥം ഉണ്ടായപ്പോൾ വന്നതാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഈ അനർത്ഥം ഉണ്ടാകാൻ കാരണം, ഇപ്പോൾ ഉണ്ടാകേണ്ടതല്ലായിരുന്നു ഈ അനർത്ഥം, ഈ വ്യക്തി മരിക്കേണ്ടതല്ലായിരുന്നു, ആ അനർത്ഥം ഒരു മരണമായിരുന്നു, മരിക്കേണ്ടതല്ലായിരുന്നു. പക്ഷെ മരിക്കാൻ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടിട്ട് അന്യ ദൈവങ്ങളുടെ അടുക്കൽ കാര്യസാധ്യതകൾക്ക് വേണ്ടി പോയ ഒരു സംഭവം ഇതിൻ്റെ പുറകിലുണ്ട്. അതിനെ പിടിച്ചുകൊണ്ടാണ് പിശാച് നിങ്ങളുടെ കുടുംബത്തിൽ ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അത് ബൈബിളിനകത്ത് അങ്ങനെ തന്നെ നമുക്ക് ലഭ്യമാകുന്നൊരു വാക്യം കൂടിയുണ്ട്. സങ്കീർത്തനം 16:4 സങ്കീർത്തനം 16:4 സിസ്റ്റർ അതൊന്ന് ഡിസ്പ്ലേ ചെയ്ത്. നീനുണ്ടോ? വായിച്ചു. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അന്യദൈവങ്ങളെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ബൈബിൾ നിങ്ങൾ സശ്രദ്ധം പഠിച്ചാൽ 4 തലമുറ വരെ, അതായത് നമ്മുടെ പുറകിലുള്ള 4 തലമുറ വരെയുള്ളവർ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ അടുക്കൽ പോകുന്നതിൻ്റെയോ അവർ ചെയ്ത മാരക പാപങ്ങൾ നിമിത്തം, ക്രൂര പാപങ്ങൾ നിമിത്തം, വ്യക്തിത്വങ്ങൾ അവർക്ക് വിരോധമായി പറയുന്ന വാക്കുകൾ നിമിത്തമോ, മാതാപിതാക്കളുടെ അധികാരമുള്ളവരുടെ വാക്കുകളാൽ വരുന്ന ശാപങ്ങൾക്ക് കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ സ്വാധീനത ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സ്വാധീനത, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിൻ്റെ കാര്യം, അവർ അറിഞ്ഞില്ല അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്ത കാര്യം. രഹസ്യമായിട്ട് അവർ ചെയ്തതാണ്. എനിക്കറിയാവുന്നൊരു കുടുംബം, തൃശ്ശൂരുള്ളൊരു കുടുംബം. ആ കുടുംബത്തിനകത്ത് 3 മക്കൾ. ആ 3 മക്കളും SSLC എഴുതുന്ന സമയത്ത് അവർ ഒരു മന്ത്രവാദിയുടെ അടുക്ക പോയി. എന്തിനാണെന്നറിയോ? മക്കൾ 3 ഉന്നത മാർക്കിൽ ജയിക്കാൻ. ആ മന്ത്രവാദി അവർക്ക് ഈ അടുപ്പിൽ ഇടാനുള്ള എന്താ കടുകോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കൊടുത്തു വിട്ടു. 3 എണ്ണവും SSLC തോറ്റു. പരീക്ഷയ്ക്ക് വരില്ല, സൺഡേ സ്കൂളിൽ വരില്ല, ആരാധന വന്ന എന്താ പറയുക ഇരിക്കുകയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ഇങ്ങനെ, ഇത് മക്കൾക്കറിയില്ല ഇതെന്താ കാര്യമെന്ന്. അപ്പം ഇങ്ങനെ ദൈവശക്തി തുറക്കാത്ത സഭകളിൽ, ആത്മബലത്തിൽ ദൈവവചനത്തിൻ്റെ ആഴം വിശ്വസിക്കാത്ത മാതാപിതാക്കൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടു പോകുന്നതിനാൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണെന്ന്. നമ്മുടെ എല്ലാ മാതാപിതാക്കളും സത്യം അറിഞ്ഞ് ജീവിച്ചവരായിക്കൊള്ളണമെന്നൊന്നുമില്ല. 4 മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോയാൽ എവിടെ ചൊല്ലും? എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ അവിടെ കിടക്കുക 4 പേര്. അപ്പം എൻ്റെ അപ്പുറത്ത് 2 മാതാപിതാക്കൾ ഇരിക്കുന്നു, അവരുടെ 4 പേരിരിക്കുന്നു, അവരുടെ 8 പേരിരിക്കുന്നു, അവർ 16 പേരിരിക്കുന്നു. എൻ്റെ കൈവഴിയിൽ ലിൻസിയുടെ അതുപോലെ കിടക്കുന്നു. അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരു ഈവിൾ ഫോഴ്സ് പോലെ നമ്മളെ പിന്തുടരും. അപ്പോൾ നമ്മുടെ മേൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ ഇതെല്ലാം മാറിപ്പോകണ്ടേ? രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ശാപം നമ്മുടെ മേൽ നിൽക്കാൻ പാടില്ല, ഈ ബാരിയർ നമ്മുടെ മേൽ നിൽക്കാൻ പാടില്ലല്ലോ. സത്യമാണ്. ഒരു വ്യക്തി റിയലായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ ഇതെല്ലാം മാറിപ്പോകണം. ഇവിടുത്തെ കുഴപ്പം, നമ്മുടെ പല രക്ഷയിലും നാം പൈശാചിക സാമ്രാജ്യം നമ്മുടെ മേൽ ചെലുത്തുന്ന അധികാരങ്ങളെ മുറിച്ചു പ്രാർത്ഥിക്കാറില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവേ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവ്, ഈ ഒറ്റ വാക്ക് പറഞ്ഞങ്ങ് വിടുകയാണ്. യേശു നമ്മുടെ പുറകിലുള്ള സകല പാപങ്ങൾക്കും പകരമായിട്ട് മരിച്ചു. അവൻ ഇതിന് നിങ്ങൾ മണിക്കൂറുകളെ ഏറ്റുപറേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയില്ല, ആ 16 അല്ല എത്രയോ 16 32 മാതാപിതാക്കൾ ചെയ്ത പാപം ഏറ്റുപറഞ്ഞ് എന്താ പറയുക മാനസാന്തരം അല്ല പാപം ഏറ്റു പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു ദിവസം ഒരു ദിവസമല്ല ഒരാഴ്ച അതിൻ്റെ പുറകെ ഇരുന്നാലും തീരുകയില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പിതാക്കന്മാർ ചെയ്ത പാപങ്ങളുടെ എഫക്റ്റുകൾ നമ്മിലേക്ക് വ്യാപരിക്കുന്നുണ്ട് എന്ന് ബൈബിൾ പറഞ്ഞ കാര്യം ബോധ്യമാകണം.
2, നമ്മൾ റിയൽ ആയിട്ട് ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടണം. റിയൽ റിപ്പൻറ്റൻസ് വരണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ തിരിയണം. അവിടെ ഒരു സമർപ്പണം ഉണ്ടാകണം. സ്വർഗത്തിൽ പോകാനല്ല മാനസാന്തരപ്പെടേണ്ടത്, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലേക്ക് റിയൽ ആയിട്ട് നിങ്ങൾ തിരിയണം. മാനസാന്തരം റിയൽ ആകണം. 1. 2, മാനസാന്തരം റിയൽ ആകുമ്പോൾ നിങ്ങളുടെ അകത്ത് അനുതാപം ഉണ്ടാകണം. ഭയങ്കരമായ അനുതാപം ഉണ്ടാകണം. 3, കാൽവറിയിലെ കൈമാറ്റം നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടേത് മുഴുവൻ, ഏത് ശാപവും ഏത് പാപവും എല്ലാം സകലതും അവൻ വഹിച്ചു. അപ്പൊ അവൻ വഹിച്ചത് നിന്നിൽ നിന്ന് അടർന്നു പോകുന്നത് റിസറക്ഷൻ പവറിനാലാണ്, പുനരുത്ഥാന ശക്തിയാലാണ്. എന്തൊക്കെയോ നിന്നിലേക്ക് കൈമാറി വന്നത് മുഴുവൻ ക്യാൻസലാകും. ഇനി ഇത് ഒരു കുടുംബത്തിന്റെ കാര്യമല്ല കേട്ടോ, എന്നോട് സംസാരിച്ച പല കുടുംബങ്ങളിലും ഈ സംഭവമുണ്ട്. നിങ്ങൾ രാത്രികളിൽ ഈ ആൾക്കാർ പറയുന്നത്, പാസ്റ്റർ ഞാൻ പൊട്ട സ്വപ്നം കാണുന്നു. പൊട്ട സ്വപ്നം അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളിലുള്ള വേരുകൾ ദൈവാത്മ കാണിച്ചു വരാൻ തുടങ്ങിയതാണ്. അത് ഓർത്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ റിയലായിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്നും കൂടെ ട്യൂൺ ചെയ്യാനും, എവിടെയെങ്കിലും പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ, ഞാൻ 98 ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് 21 days ഫാസ്റ്റ് ചെയ്യാണ്. ഉപവസിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് എന്തെങ്കിലും ശാപം എൻ്റെ മേലുണ്ടോ? എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. കർത്താവ് പറഞ്ഞു, ഉണ്ട് മോനെ. കർത്താവ് എന്നെ സ്വപ്നങ്ങൾ കാണിച്ചു. അതിലൊരു സ്വപ്നം ഞാൻ കണ്ടക്ടർ ബാഗിൽ നിന്ന് പൈസ കെട്ടെടുക്കുന്നതാണ്. മറ്റൊരു സ്വപ്നം ഞാൻ വല്യപ്പച്ചൻ്റെ ചേട്ടൻ്റെ അനുജൻ്റെ പറമ്പിൽ നിന്നുകൊണ്ട്, അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അവരോട് ഞാൻ അടിയുണ്ടാക്കുന്നതാണ്, അടിക്കാൻ ചെല്ലുന്നതാണ്. സടന സംഭവമാണ്. അവനാണ് തെറ്റ് ചെയ്തത്, സഹിക്കാൻ പറ്റാതെ ചെന്നതാണ് അടിക്കാനായിട്ട്. അപ്പം ഇത് രണ്ടും കാണിച്ചിട്ട് കർത്താവ് പറഞ്ഞു, മോനെ ഇത് റിപ്പന്റ് ചെയ്യണം, നീ മാനസാന്തരപ്പെടണം. ഞാൻ ഉടൻ തന്നെ ദൈവസന്നിധിയിൽ ആക്രമീകരണങ്ങൾ കൂടി ഞാൻ തയ്യാറായി. പിശാചിന് നിന്റെ മേലൊരു ഡോറ് തുറന്നു കിടക്കരുത്. അത് പിൻചരിത്രത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ ഡോറ് തുറന്നു കിടക്കരുത്. 2 പിതാക്കന്മാർ ചെയ്ത പാപം നിമിത്തമാണെങ്കിൽ അത് നിങ്ങൾ അതിന്റെ ഗൗരവത്തിലേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് അതിനെ പൊട്ടിക്കുവാൻ കരുത്തോടെ നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒരു ശാപവും ഒരു ബാരിയറും ഇതിനകത്ത് ഒരു കുടുംബത്തിന്റെ മേൽ വാഴാൻ പാടില്ല. നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിച്ച പോലെ നടക്കാതാകുമ്പോൾ, നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ പലപ്പോഴും ശപിക്കുന്നവരുണ്ട്. അല്ലേലും എനിക്കറിയാം എങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ, നീ ഒന്നും നേരാവില്ലടാ, മക്കളെ നോക്കി പറയുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീഴരുത്. വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യണം. ഭയങ്കരമായ ഒരു ക്ലീനിങ് ഇന്ന് രാവിലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവാത്മാവ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ, മാനസാന്തരത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, ദൈവം ഇതിന്റെ മുഴുവൻ പരിഹാരവും ക്രൂശിൽ വഹിച്ചിട്ടുണ്ട്. അവൻ കാൽവറിയിൽ മരിച്ചപ്പോൾ നിന്റെ സകല ഘടകങ്ങളെയും ചുമന്നുകൊണ്ടാണ് മരിച്ചത് എന്ന ഉറപ്പ് നമ്മുടെ അകത്ത് വരുന്നുണ്ടെങ്കിൽ, അതിനകത്ത് പിതാക്കന്മാർ ചെയ്തത് ഏതെങ്കിലും ബാരിയറുകൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോട്ടോ, കർത്താവോട് ചോദിച്ചോട്ടോ, കർത്താവ് എന്താണ് എൻ്റെ ലൈഫിൽ എന്ത് ചെയ്താലും ഒരു പുഷ്ടി ഉണ്ടാക്കാത്തത്, ഒരു വർധനം ഉണ്ടാക്കാത്തത്, ഒരു വളർച്ച ഉണ്ടാക്കാത്തത്? നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യാദികളിൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു ബ്ലെസ്സിങ് കാണുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മേലൊരു ശാപം ഉണ്ടെന്നൊന്നും നിങ്ങൾ അങ്ങനെ തെറ്റായി ചിന്തിക്കണ്ട. കർത്താവ് എന്തെങ്കിലും ഒരു ബാരിയർ ഉണ്ടോ എൻ്റെ ലൈഫിനകത്ത് എന്ന് നിങ്ങൾ ചോദിച്ച് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാമെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്ക് ഒരേ രോഗങ്ങൾ, ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്താൽ ശരിയാകില്ല, ഒക്കെ തകർച്ചയാണ്. ഇന്നലെ എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിരുന്നു, ചർച്ചിനകത്ത് ഒരാൾ വന്നിരുന്നു. ആൾ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാസ്റ്ററോട് സംസാരിക്കുന്നത്. മെസ്സേജ് കേട്ടപ്പോൾ പുള്ളി അത് വല്ലാതെ സ്പർശിച്ചു. പുള്ളി പറഞ്ഞു, എൻ്റെ 2 തലമുറയുടെ മേൽ, അവരുടെ ജോലിയുടെ മേൽ, അവരുടെ ബിസിനസ്സിന് മേൽ കെട്ടുകിടക്കുകയാണ്. എൻ്റെ വൈഫിന്റെ മേൽ പ്രശ്നം കിടക്കുന്നു, എൻ്റെ മേൽ. കണ്ടോ, കുടുംബങ്ങൾ വട്ടം കറങ്ങുകയാണ്. എന്നിട്ട് ഇവർ കാരണം അറിയുന്നില്ല. വർഷങ്ങൾ വിശ്വാസികളാണ്. എന്ത് സംഭവിച്ചു? ഇതാണോ റിയൽ ക്രിസ്ത്യൻ ലൈഫ്? ഇതാണോ ക്രിസ്തുവിനെ തേടുന്ന അന്വേഷിക്കുന്ന കുടുംബത്തിന്മേൽ വരേണ്ടത്? അല്ല, എവിടെയോ കാരണമുണ്ട്, ആളുകൾ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ ആരുടെ അടുക്കലും പോകണ്ട,
ഒരാളുടെ അടുക്കലും പോകണ്ട. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ്, എന്തെങ്കിലും ഒരു ബാരിയർ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ രാവിലെ നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കുക. കർത്താവ്, എൻ്റെ മേൽ എന്തെങ്കിലും ഒരു ബാരിയർ എവിടെ നിന്നെങ്കിലും എൻ്റെ മേലൊരു സ്വാധീനതയായിട്ടുണ്ടോ കർത്താവ്? ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കാണിക്കണം. കൃത്യമായി ദൈവാത്മാവ് കാണിക്കുക മാത്രമല്ല, അതിനെ മുറിച്ച് ദൈവാത്മാവ് നിനക്ക് സ്വാതന്ത്ര്യം നൽകും. ഈ നിങ്ങൾ ഒരു വാക്യമുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നൊരു വാക്യമില്ലേ? യോഹന്നാന്റെ സുവിശേഷം ആർക്കെങ്കിലും ഒന്ന് കിട്ടും നോക്കി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32ാമത്തെ വാക്യം എങ്ങനെയാണോ? സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നൊരു വാക്യമുണ്ട്. അതിന്റെ 8-ാം അധ്യായം 32ാമത്തെ വാക്യം, 8:32, യോഹന്നാൻ 8:32, ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 32. ഇട്ടോ, ഒന്ന് ഇട്ടോ വാക്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം അറിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ഈ കേസിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പം കണ്ടമാനം കാര്യങ്ങൾ ദൈവാത്മാവ് എന്നെ കാണിച്ചോടി, എൻ്റെ മേലുള്ളത് കാണിച്ചോട്ടെ. ഇപ്പോഴല്ല, 98 അപ്പം ഞാൻ അതിനെല്ലാം പ്രാർത്ഥിച്ചത്. അപ്പം എനിക്ക് തോന്നി എന്നെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അനുജൻ്റെ ചില വസ്തുക്കൾ എൻ്റെ കയ്യിലിരിക്കുന്നു, ഘടകങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂളിലൊരു പുസ്തകം, ലൈബ്രറിയിൽ നിന്ന് പഠിച്ചൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ ഒരു വ്യക്തിയുടെ ഒരു സാധനം പാടില്ല. എൻ്റെ കയ്യിൽ ഒരു വ്യക്തിക്ക് വിഷമമുണ്ട്, ആ വ്യക്തിയുടെ ഒന്നും എൻ്റെ കയ്യിൽ പാടില്ല. എന്നെ നോക്കിക്കൊണ്ട് ശപിച്ചിട്ടുള്ളവരുണ്ട്. ഞാൻ അവനെല്ലാം ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. ഒരു ശാപം പറയാം നിങ്ങൾക്ക്, എൻ്റെ ഒരു കുറ്റം കൊണ്ട് നിങ്ങളുടെ കിട്ടും. എൻ്റെ വല്യമ്മച്ചി ഭയങ്കര എന്താ പറയുക, ഈ പ്രൗഢിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ഭയങ്കര ഒരു എല്ലാത്തിൻ്റെയും അധികാരിയായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ. എല്ലാവർക്കും ആളെ പേടിയാണ്. എനിക്കാണെങ്കിൽ കപ്പലിൻ്റെ മിഠായി തരണം. അപ്പച്ചനാണെങ്കിൽ പാസ്റ്ററാണ്. ഒരു മിഠായി അപ്പച്ചൻ മേടിച്ച് തരില്ല. ഞാൻ നോക്കുമ്പോൾ വല്യമ്മച്ചിയുടെ പെട്ടിയുടെ താക്കോല് എൻ്റെ കിട്ടി. ഞാനത് കൊണ്ടുപോയിട്ട് വല്യമ്മച്ചിയുടെ പെട്ടിക്കകത്തുനിന്ന് 2 രൂപയുടെ നോട്ടുകൾ ഒരു 5-6 മോഷ്ടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ അത് കൊണ്ടുപോയി കപ്പലിൻ്റെ മിഠായി മേടിച്ചു. സ്കൂളിൽ ഒരു കൊച്ചിൻ്റെ പൈസ കാണാതായി. ഒരു കൊച്ചിൻ്റെ എന്തോ ഒരു സാധനം കാണാതായി, പൈസ കാണാതായി. അപ്പോൾ ടീച്ചർ, ഒരു മുസ്ലിം ടീച്ചർ എന്നെ പിടിച്ചു. ടീച്ചർ പറഞ്ഞു, നീ കടയിൽ നിന്ന് കപ്പലിൻ്റെ മിഠായി മേടിച്ച് തിന്നുന്ന ഞാൻ കണ്ടിട്ടു, നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? ഒടുവിൽ രക്ഷയില്ലാതെ ഞാൻ പറയേണ്ടതെന്ന് ഞാൻ വല്യമ്മച്ചിയുടെ പെട്ടിയിൽ നിന്ന് മോഷ്ടിച്ചാണ്. വല്യമ്മച്ചി വല്യമ്മച്ചിയുടെ കൂട്ടുകാരിയാണ്. ടീച്ചറെ പിടിച്ചു. ടീച്ചർ അവിടെ വന്ന് പിടിച്ചിട്ട് വല്യമ്മച്ചി എന്നെ നോക്കി ശപിച്ചു. നീ കവുങ്ങിന്റെ മുകളിൽ കയറി കട്ട് പറിക്കുന്നത്, നീ ഒരു കള്ളനായി മാറും. വല്യമ്മച്ചി ആ വേദന, തൻ്റെ പെട്ടിക്കകുന്ന ഒരാൾ എടുത്ത വേദന പറഞ്ഞതാണ്. നിന്റെ അമ്മ അത് താഴെ നിന്ന് നോക്കിക്കൊണ്ട് വേദനയോടെ നിൽക്കും, നീ മഹാ കള്ളനായി മാറും. വല്യമ്മച്ചി എന്നെ ശപിച്ചതാണ്. ആ വല്യമ്മച്ചിയുടെ വിഷമത്തിൽ ശപിച്ചതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ സത്യം തിരിച്ചറിയാതെ, ഡിവൈൻ ട്രൂത്തുകൾ തിരിച്ചറിയാതിരുന്നെങ്കിൽ, ആ ഘടകം ഞാൻ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അതിന് എന്നിലൊരു സ്വാധീനത വരും. എപ്പോഴും എൻ്റെ അകത്ത് ടെൻഡൻസി വരും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട കേട്ടോ. സോറി. അങ്ങനെയുള്ള പലരെന്നോട് ഈ ദിവസങ്ങളിൽ അവർ കാണുന്ന കാഴ്ചകൾ എന്നോട് സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ സത്യം തിരിച്ചറിയണം. ഒന്ന്, ഈ ക്രൂശിൽ മരിച്ചെന്നും ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചെന്നും ഏറ്റെടുത്തു മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നിങ്ങളുടെ അകത്തൊരു അനുതാപം ഉണ്ടാകണം. നിങ്ങളുടെ അകത്തൊരു മാനസാന്തരം ഉണ്ടാകണം. നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പഠിക്കണം. ഞാൻ കണ്ടക്ടറായിരുന്നപ്പോൾ കണ്ടക്ടർ ബാഗിൽ നിന്ന് പൈസ കെട്ടെടുത്തു. ആ പൈസയും കൊണ്ട് ആ പൈസയുടെ കാര്യം പറഞ്ഞ് ഞാൻ ആ ഉടമസ്ഥന്റെ വീട്ടിൽ ചെന്നു. പൗലോസേട്ടാ, ഞാൻ നിങ്ങളുടെ ബാഗിൽ പൈസ കെട്ടെടുത്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അത് എൻ്റെ അകത്തൊരു എമൗണ്ട് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് പൈസ ഉണ്ടാക്കുമ്പോൾ ഞാൻ എമൗണ്ട് പൗലോസിന് തിരിച്ചു വരും. കണ്ടോ, ഭയങ്കര നാണക്കേടുള്ള കാര്യമാണത്. നമുക്കത് പറയാനും ചെയ്യാനും ഭയങ്കര നാണക്കേട. പക്ഷേ അത് ചെയ്താൽ നിന്റെ മേൽ പിന്നെ ഫൈനാൻഷ്യൽ ബ്ലോക്ക് വരില്ല. ഒരാളുടെ 1 രൂപ നിന്റെ കയ്യിൽ അനാവശ്യമായിട്ട് ഉണ്ടാകരുത്. നിന്നെ കർത്താവ് ക്ലീൻ ചെയ്യാൻ നമ്മളാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ആദ്യം നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറിയാൻ കൂടെ വേണ്ടി പ്രാർത്ഥിക്കും. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ബാരിയറുകൾ വരുമ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാകില്ല. അനർത്ഥങ്ങൾ വരുമ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കില്ല. പിശാചിന് എവിടെയെങ്കിലും വാദിക്കാൻ,
പ്രത്യേകിച്ച് അവൻ്റെ അടുക്കൽ ചെന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അമ്പലങ്ങളിൽ, അവൻ്റെ സ്ഥലങ്ങളിൽ ചെന്ന് ഏതെങ്കിലും ഘടകങ്ങൾക്ക് വേണ്ടി നീ അവനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രശ്നം മാത്രമല്ല, ദൈവശാപം കൊണ്ട് നമ്മുടെ മേലുണ്ടാകും. ഇസ്രായേൽ മക്കൾ 70 വർഷം പ്രവാസത്തിൽ പോകാൻ കാരണം എന്താ അറിയാമോ? പ്രവാസത്തിൽ പോകാൻ കാരണം അവർ മരുഭൂമി വെച്ച് അന്യദൈവങ്ങളെ ആരാധിച്ചതിനാലാണ്. അത് തിരുവചനം നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുക. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ തലമുറ 70 വർഷം പ്രവാസത്തിലേക്ക് പോകുമെന്ന്. അവര് കണ്ടത് ബാബേൽ ചക്രവർത്തി വന്ന് പിടിച്ചുകൊണ്ടു പോകുന്നതാണ്. പക്ഷെ കാരണം മരുഭൂമിയിൽ അവർ ദൈവത്തെ വിട്ടു പോയത് കൊണ്ടാണ്. ദൈവത്തെ വിട്ടു പോകുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. നിങ്ങളല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ 4 തലമുറകൾ പിതാക്കന്മാർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് നിന്നിൽ വെളിപ്പെടും. പക്ഷേ നമ്മൾ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ, ക്രൂശിന്റെ റിസറക്ഷൻ നിങ്ങൾ ബോധ്യപ്പെടാമെങ്കിൽ, പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയാമെങ്കിൽ, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ അവന്റെ ദൈവിക വിടുതൽ മടക്കും. 2, നിങ്ങളുടെ മേൽ ഡിവൈൻ ബ്ലെസ്സിങ്ങുകൾ ഓപ്പൺ ആകാൻ തുടങ്ങും. ഇവിടെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. 1, നിങ്ങളുടെ അകത്തൊരു അനുതാപം ഉണ്ടാകണം, നിങ്ങളുടെ അകത്തൊരു മാനസാന്തരം ഉണ്ടാകണം. 1, നിങ്ങൾ ആദ്യം ചോദിക്കണം, കർത്താവ് എൻ്റെ മേൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലാത്ത നിങ്ങൾ വിളിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇന്ന് രാവിലെ ഇരിക്കുന്ന 69 പേരുടെ മേലും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 4-5 പേരുടെ മേലായിരിക്കാം. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് അങ്ങനെ ഒന്നും ഉണ്ടോ? എൻ്റെ ലൈഫിൽ വല്ല ബാരിയറുകളുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് എൻ്റെ തലമുറകൾ എങ്ങനെയാകുന്നു? എന്തെങ്കിലും ഒരാളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു, ഒരുപോലെ പലർക്കുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1, അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ആദ്യം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. 1, 2-3 മിനിറ്റുകൾ ബൈക്കിൾ അൻപിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഏതെങ്കിലും നിലയിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടോ എന്ന് അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ, അതിനൊരു വിടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു. 1-2 മിനിറ്റുകൾ നിങ്ങളുടെ മൈക്കിൾ അൻപിട്ട് പ്രാർത്ഥിച്ചു. ഷാദൽ ഘടകത്തിന് കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അടുക്കിലേക്ക് അടുത്ത് വരുന്നു. ഷന്ദൽ ഘടകത്തിന് കർത്താവ്, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളുടെ മാതാപിതാക്കൾ മനുഷ്യരാണ്. ഏതെങ്കിലും നിലകളിൽ പൈശാചിക ശക്തികൾക്കോ അല്ല കർത്താവെ, അങ്ങയുടെ കർത്താവെ വാക്കുകൾക്കോ അങ്ങയുടെ ഹൃദയത്തിനോ വേദനിപ്പിക്കുന്ന ആ കർത്താവ് സാഹചര്യം ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഷാദൽ കനാദിനാഥന അതൽ കനകഥന ദൈവത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് ബോധ്യപ്പെടുത്തണമേ, ഞങ്ങളതിന് പുറത്തു കൊണ്ടുവരണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ ബാരിയറുകളായി അത് വീഴാൻ ദൈവാത്മാവേ അങ്ങ് അനുവദിക്കരുത്. ഷാദനാദിനാഥന ഭൗഷമന ഘടകഥന അന്തൽ ഘടകഥന ഗതിരിപിനി ഘടകഥന ശബ്ദൽ ഘടകഥനെ വൈശ പ്രൗഢമന ഘടകഥനം ശബ്ദൽ ഘടകതിനി വേദ പ്രൗഷമന അന്തൽ ഘടകതിനി വേദ പ്രൗഷമന ഹദന ഘടകഥനം ശസ്കനാദിനാഥന പ്രൗഢമന ഘടകഥനം അന്തൽ ഘടകതിനി വിരി ഘടകഥനാഥന പ്രൗഷമന ഘടകഥനം ശബ്ദ ഘടകതിനി വിതിരി ഘടകഥനം ഇത് കണ്ടോ നിങ്ങൾ? അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്തെന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്തെന്നും പറയുന്നവൻ അയ്യോ കഷ്ടം. നമ്മുടെ വീടുകളിലൊക്കെ, നമ്മുടെ വീട്ടിലല്ല, സാധാരണയുള്ള വീടുകളിലൊക്കെ പറയുന്ന ഒരു ഫ്രേസാണ്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തിനാ നിങ്ങളൊക്കെ എന്നെ ജനിപ്പിച്ചേ? കണ്ടോ,
ഇങ്ങനെ മാതാപിതാക്കളോട് കയർക്കുന്ന, മാതാപിതാക്കളോട് ദൈവഭയം വിട്ട് സംസാരിക്കുന്ന തലമുറകളുടെ മേൽ കേസ് വരും. പോട്ടെ, ഞാൻ ഇനി കേസ് ബ്രേക്കിംഗ് ഞാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾ ഇനി അതിൻ്റെ പുറത്ത് പോകണ്ട. ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം സജസ്റ്റ് ചെയ്യുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ PDF കോപ്പിയുണ്ട്. ഡെറിക് പ്രിൻസ് എഴുതിയ കേസ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്ന പുസ്തകമാണ്. അതിലെ 100% കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ റൂട്ടുകൾ ദൈവത്തോട് ചോദിക്കുവാനൊക്കെ നല്ലൊരു പുസ്തകമാണ്. സമയം കിട്ടുമ്പോൾ അത് വായിക്കും, നല്ലതാണ്. വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് നിങ്ങളിപ്പോൾ ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞെങ്കിലും നിങ്ങൾ സമയമെടുത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഒന്ന്. രണ്ടാമത്, അത് എവിടെ നിന്ന് വന്നാലും യേശുവിൻ്റെ ക്രൂശിൽ അതിൻ്റെ പരിഹാരം നടന്നു എന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര വലിയ ജാപമായാലും, എത്ര വലിയ എന്താ പറയുക മുത്തുമുത്തൻ പിശാചാണെങ്കിലും, അത് അപ്പരപ്പൂപ്പന്മാരെല്ലാവരും ചെന്ന് പോയിട്ട് അവർ കുമ്പിട്ടതാണെങ്കിലും, നിന്നെ അതിൻ്റെ മുമ്പിൽ പിണ്ടം വെച്ചതാണെങ്കിലും, നീ രക്ഷിക്കപ്പെട്ട രക്ഷ കറക്റ്റാണെങ്കിൽ, യേശുവിൻ്റെ ക്രൂശിൽ കർത്താവ് നിൻ്റെത് മുഴുവൻ വഹിച്ച് മരിച്ചു എന്ന് നീ കണ്ട്, അവനോട് കൂടെ നീ മരിച്ചെന്ന് കണ്ട്, അവനോട് കൂടെ നീ ഉയർത്തെഴുന്നേറ്റെന്ന് കണ്ട്, നിന്നിൽ വ്യാപരിക്കുന്ന റിസറക്ഷൻ പവറാണെന്ന് കണ്ട്, നീ ദൈവസ്ഥലിൽ ക്ലിയർ ആയിട്ട് രക്ഷ ഏറ്റു പറഞ്ഞാൽ, യേശുവേ ഞാൻ നിന്നെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. പെന്തക്കോസ്തുകാരനല്ല അത്, ക്രിസ്ത്യാനിയാകാനല്ല അത്. കർത്താവ് കർത്തൃത്വം നടത്തുന്നവൻ, ഭരിക്കുന്നവൻ, ഇരുട്ടു നീക്കുന്നവൻ, വെളിച്ചം തരുന്നവൻ, ഇങ്ങനെ അർത്ഥമുണ്ട് കർത്താവിന്. നമ്മൾ യേശുവേ ഞാൻ നിന്നെ കർത്താവായി സ്വീകരിക്കുന്നു, ഇത്രേ ഉള്ളൂ. അല്ല, നിന്റെ ലൈഫിനെ മൊത്തം കർത്തൃത്വം നടത്തുന്നവനാണ് യേശു. നിന്റെ കുടുംബത്തിന്റെ കർത്തൃത്വം യേശുവിന്റെ കയ്യിലാണ്. അത് കൈമാറിയോ? അത് കൈമാറുമ്പോഴാണ് നമ്മൾ അവന്റെ കർത്തൃത്വം ക്യാൻസൽ ചെയ്യുന്നത്. പിശാചേ, നിന്റെ കർത്തൃത്വങ്ങൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. നിനക്ക് ഞാൻ ചെയ്ത പാപങ്ങളാൽ, എൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപങ്ങളാൽ, ഞാൻ അവരോട് പറഞ്ഞ വാക്കുകളാൽ, അവർ എന്നോട് പറഞ്ഞ വാക്കുകളാൽ നിനക്ക് എന്നിൽ നിലനിൽക്കുവാനുള്ള ലീഗൽ വശങ്ങൾ ഉണ്ടായിരുന്നവനെ യേശുവിന്റെ മരണത്താൽ, യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്താൽ ഞാൻ നിന്റെ ലീഗലിയുള്ള അവകാശങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ധൈര്യം ഉണ്ടാവണം കേട്ടോ, പറയാൻ. പിശാചിന്റെ മുഖത്ത് നോക്കി പറയാൻ ലീഗൽ വശങ്ങൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ ധൈര്യം ഉണ്ടാകണം. അപ്പൊ ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയണം. രണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ ഏറ്റു പറയണം. മൂന്ന്, ലീഗലി നിങ്ങൾ ഇതിൽ നിന്ന് പൈശാചിക അധികാരത്തിൽ നിന്ന് പുറത്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കർത്തൃത്വം നിങ്ങൾ ഏറ്റുപറയണം. 4, നിങ്ങൾ അവന്റെ അവകാശങ്ങളെ ക്യാൻസൽ ചെയ്യണം. ഒന്നും കൂടെ പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെ ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങളുടെ മക്കളോ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ. കാരണം നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് കലാലയങ്ങളിലാണ്. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ അവരുടെ ഈ പരീക്ഷ ടൈമൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ വിശ്വാസികളായ കുട്ടികൾക്ക് വളരെ കുറച്ച് പേർക്ക് പാസ്റ്റർമാരും സഭയും ഒക്കെ പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ടാകുമെന്നും ദൈവം സഹായിക്കുമെന്നൊക്കെ ഉറപ്പുള്ള കുട്ടികളുള്ളൂ. അപ്പൊ അവിടുത്തെ കുട്ടികൾ പറയും, നീ എൻ്റെ കൂടെ വരുന്നോ, നമുക്കൊരു സ്ഥലം വരെ പോകാം, അവിടെ പോയി പഠിച്ച് അവിടെ പോയിട്ട് ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഠനത്തിൽ മാർക്ക് കിട്ടും. നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാനിത് കഥ പറഞ്ഞതും ഊഹാപോകം പറഞ്ഞതൊന്നും അല്ല കേട്ടോ, കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം പറഞ്ഞതാണ്. ആ കുഞ്ഞുങ്ങളുടെ മേൽ ശാപം വരികയാണ്, അവരറിയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പഠിച്ചിട്ട് നിനക്ക് മാർക്ക്, ഒന്നാമത് പിള്ളേരെ നിങ്ങൾ സ്ട്രെയിൻ ആക്കരുത്. കുട്ടി ഫസ്റ്റ് കിട്ടിയില്ല, 90% മാർക്ക് കിട്ടിയില്ല, നിങ്ങൾ കുട്ടികൾക്ക് ഉറപ്പ് കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ തലം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നതാണ് നിന്റെ ഭാവി എന്നുള്ള ബോധ്യം കൊടുക്കണം. അവരുടെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നത് ബോധ്യം അവർക്കുണ്ടാകണം. അവരെ നിങ്ങൾ സ്ട്രെസ് ആക്കരുത്. സ്ട്രെസ് ആക്കുമ്പോഴാണ് അവർ പലതിന്റെ പുറകെ പോകുന്നത്. അയ്യോ, ഞാനിത് പാരന്റിങ് കോഴ്സ് ഒന്നും അല്ല കേട്ടോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും കണ്ടോ, അപ്പൊ നമ്മൾ എവിടെയും പോയിട്ടില്ലെങ്കിലും, നമ്മുടെ മാതാപിതാക്കൾ എവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിലും നമ്മുടെ തലമുറകൾ പോകാൻ സാധ്യതയുണ്ട്. കൈനോട്ടം ഇപ്പൊ കൈനോട്ടം വെച്ചിട്ട് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ ദൈവഗീതം വിട്ടു പോകുന്ന, ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവഗീതം വിട്ടു പോകുന്നവർ സകലവും ശാപമാണ്. ഇപ്പോൾ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ.
അത് മുഴുവൻ യേശു കാൽവറിൽ വഹിച്ചു. നീ അനുതാപത്തോടെ ഒരു വാക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ, ഇത് ഓൺലൈനിൽ അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് പ്രാർത്ഥിച്ചു ഒരു 2-3 മിനിറ്റ് വരെ പ്രാർത്ഥിച്ചു കർത്താവിനോട്. കർത്താവേ, കാൽവറിൽ മുഴുവൻ ദൈവാത്മാവ് ക്രിസ്തു ഏറ്റെടുത്ത വെളിപ്പാട് അകത്ത് ദൈവാത്മാവ് തന്ന് ആ ധൈര്യത്തോടെ നിങ്ങളുടെ അകത്തത് വെളിപ്പെട്ട് കിട്ടുവാൻ പ്രാർത്ഥിച്ചു. ഇത് വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വെളിപ്പെടും. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വെളിപ്പെടും. ഘടകടന അന്തർവിപിനി ഘടകടന എല്ലാ വേരുകളെ ദൈവാത്മാവ് അറുത്തു മാറ്റും. നമ്മുടെ മുമ്പിൽ സമയം ഓടുന്നു. ഒരൊറ്റ കാര്യം കൂടെ കാണിച്ചിട്ട്, ഇതിന് പല റീസൺ ഉണ്ട് കേട്ടോ, ഒറ്റ കാര്യം കൂടെ കാണിച്ചിട്ട് നമുക്കിത് ഏതെങ്കിലും കുടുംബങ്ങളുടെ മേൽ ഇങ്ങനെ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ, പിശാചിന് വാദിക്കാൻ കഴിയുന്ന വാദഗതിയിലുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ദൈവാത്മാവ് അതിനെ പൊട്ടിച്ച് നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ കവനൻറ്റിൻ്റെ ബ്ലെസ്സിങ്സിനാൽ നിറയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിൻ്റെ റൂട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സക്കറിയാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നീനു ഇത് വായിച്ചോ. ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്നൊരു ചുരുൾ കണ്ടു. അവൻ എന്നോട്, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു, അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. ഞാൻ അതിനെ പുറപ്പെടുവിച്ച് അത് കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. അത് അവന്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സക്കറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആലയം പണിയുകയാണ്. 2 അഭിഷിക്തന്മാരുടെ റെവലേഷൻ കാണിക്കുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ നിങ്ങൾ ആലയം പണിയും. സെരുബാബിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. ഇതാണ് അധ്യായം 4. 5ലേക്ക് വന്നപ്പോൾ നമ്പരം പറയുകയാണ്, ഞാനൊരു ഒരു 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 ദർശനം നിനക്ക് കാണിച്ചു തരാം. ഒരു ചുരുൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ. ഈ ചുരുൾ കള്ളസത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്കും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്കും കള്ളൻ്റെ വീട്ടിലേക്കും പോകുന്നു.
ഇത് അവൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് അവൻ്റെ വീടിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നമ്മൾ ഈ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നുണ പറയുന്നവരാണ്. ഞാൻ പറയാറില്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ആകെ 1-2 വട്ടമാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്തൊരു സന്ദർഭം വന്നപ്പം ഭയങ്കര വേദനയോടെ ഞാൻ 1-2 വട്ടം, ഒരു വട്ടമാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 2, ഒന്ന് ഞാൻ കൂട്ടി പറയുക. ഞാൻ ഈ ദീർഘവർഷങ്ങളായിട്ട് സാഹചര്യങ്ങളുടെ നടുവിൽ അറിഞ്ഞുകൊണ്ട് നുണ പറയില്ല. കാരണം എനിക്കിത് എൻ്റെ അകത്ത് കൃത്യതയോടെ കർത്താവ് ഈ ഭാഗം എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സന്ദർഭത്തിൽ ഞാൻ അത് പറയുമ്പോൾ തന്നെ പിള്ളേരെന്ത് പറയും, അപ്പയ്ക്ക് നുണ പറയാൻ അറിയാണ്ടൊന്നുമല്ല, അന്തസ്സായിട്ട് പൈസ കെട്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. നുണ പറയാൻ അറിയാണ്ടല്ല, എൻ്റെ അകത്ത് ഈ വെളിപ്പാട് കയറി. ഇത് പറഞ്ഞാൽ നിന്റെ വീട്ടിനകത്ത് ശാപം വസിക്കും. ഒരു കാരണത്തിലും പറയരുത്. പാസ്റ്റർമാരോടോ, സഭയിലെ വിശ്വാസികളോടോ, ഭാര്യയോടോ, ഭർത്താവിനോടോ, മക്കളോടോ നീ സത്യം മാത്രമേ പറയാവൂ. ഇല്ലെങ്കിൽ നീ അവിടെ നിശബ്ദനായിരിക്കുക. അസത്യം ചെയ്യാൻ തുടങ്ങിയാൽ, കള്ളസത്യം ചെയ്യാൻ തുടങ്ങിയാൽ, അത് ജോലി സ്ഥലത്താകട്ടെ, എന്ത് പറഞ്ഞാലും അങ്ങനെ വാക്യമുണ്ട്, സത്യം പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. കണ്ടോ? അപ്പൊ നമ്മൾ അറിയാതെ ബൈബിൾ ട്രൂത്തിൽ നിന്ന് പോകുകയാണ്. ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബാങ്കുകാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടിക്കാം. ഞാനൊരു ലോൺ എടുത്തിരുന്നു. ആ ലോൺ തിരിച്ചടയ്ക്കാതെ ഞാൻ എൻ്റെ വണ്ടി വിറ്റു. പക്ഷേ ദൈവാത്മാവോട് പറഞ്ഞു, ആ കാര്യം പോയി ബാങ്കിൽ പോയി പറയാൻ പറഞ്ഞു. ഞാൻ ബാങ്കിൽ പോയി പറഞ്ഞു. ബാങ്കുകാർ പറഞ്ഞു, നിങ്ങൾ വന്ന് സത്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പൈസ അടച്ചു തീർക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം. അപ്പം നമ്മളൊരു ഡിവൈൻ ട്രൂത്തിന് നിൽക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ് നമ്മുടെ മുന്നിൽ പെടും. എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ വെറുതെ നുണ പറയുന്ന ആൾക്കാരുണ്ട്, വെറുതെ സിമ്പിൾ. അവർ എവിടെയായിരുന്നു? ഞാൻ അവിടെയായിരുന്നു. പറയില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ പാസ്റ്ററുണ്ട്. പാസ്റ്റർ എവിടെയാ? ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ തൃശ്ശൂർ കാത്തു നിൽക്കുക, 25 കിലോമീറ്റർ അപ്പുറത്തെ പുള്ളിയുടെ സ്ഥലം. 1 മണിക്കൂർ കഴിഞ്ഞാൽ പുള്ളി വരുന്നില്ല. ഞാൻ എന്നിട്ട് വീട്ടിലെ മോനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കേക്ക്, 1 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അപ്പം പറഞ്ഞു. അപ്പനെ കാണാനില്ല 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പം വിളിച്ച ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ മോനെ വിളിച്ച മോൻ പറഞ്ഞു, ദേ പാസ്റ്റർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, പപ്പ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. 3/4 മണിക്കൂറിൽ എത്തുമെന്ന് പറഞ്ഞു. കണ്ടോ? പച്ചക്കള്ളം പറയും. ഇങ്ങനെ അസത്യങ്ങൾ പറയുന്നവരുടെ മേൽ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കാൻ വന്നിട്ട് കർത്താവേ പാസ്റ്റർ എന്താ ഇതൊക്കെ പറയുന്നത്? എവിടെയെങ്കിലും ഇങ്ങനെയുള്ള വേരുകൾ നിങ്ങളുടെ മേൽ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് നിങ്ങൾ പിശാചിന്റെ സ്വാധീനത ചെലുത്താനുള്ളവനെ ഏറ്റുപറഞ്ഞ്, ഇനി മാതാപിതാക്കൾ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ അതിനെ കീറിക്കളയണം. നിങ്ങൾ കീറിക്കളയും മീൻസ് ഞാൻ പദം പറഞ്ഞാണ്, നിങ്ങൾ അതിനെ ലീഗലി ഏറ്റുപറഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കണം. എന്നിട്ട് നിങ്ങൾ ക്രൂശിന്റെ ശക്തിയാൽ നിങ്ങൾ ഇന്ന് രാത്രി ദൈവമേ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അധികാരത്തോടെ നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളിലേക്ക് നോക്കി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ ഈ സമയം ഇന്നത്തെ 18 തീയതി രാവിലെ 7 മാസം ജൂലൈ മാസം 18 തീയതി 6:26 നിന്റെ കുടുംബത്തിന് മേൽ വർഷങ്ങളായി പിന്തുടരുന്ന കേസുകൾ, ബാരിയറുകൾ, കുടുംബത്തിനകത്തുള്ള കലക്കങ്ങൾ, ചില കുടുംബങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചേരില്ല. ഞാനത് കണ്ടിട്ടുണ്ടോ? മക്കൾ ഭാര്യ ഭർത്താവും ചേരില്ല. ഞാൻ അന്വേഷിച്ചപ്പം ഇങ്ങനെ തന്നെയാണ് അപ്പനും അമ്മയും. അതിന്റെ പുറകിലേക്ക് പോയപ്പോൾ അവരും അങ്ങനെ തന്നെയാണ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഭാര്യ-ഭർത്തൃ ബന്ധത്തിലെ വിടവുകൾ അടുത്ത തലമുറയിലെ മക്കളുടെ എല്ലാ മക്കളിലേക്കും ഇത് വ്യാപരിക്കുകയാണ്. കാരണം ഇതിന് റൂട്ട് അറിയുന്നില്ല. അപ്പൊ നമ്മൾ റൂട്ട് അറിയാണ്ട് എന്ത് ചെയ്യാണ്? റൂട്ട് അറിയാതെ നമ്മൾ കൊച്ചുങ്ങളെ കൗൺസിൽ ചെയ്യുക. എന്താ പറയുക, ഭർത്താവിനെ വേണ്ടെന്ന് വീട്ടിൽ വന്ന് നമ്മൾ ആരെ കൗൺസിൽ ചെയ്യുന്നത് മോളെയും മോനെയാണ് കൗൺസിൽ ചെയ്യുന്നത്. ഇത് അപ്പനെ അമ്മേനെ ആദ്യം കൗൺസിൽ ചെയ്യണം. ഇവ എവിടെ വരെ നമ്മൾ കൗൺസിൽ ചെയ്ത് പോകും? ഇത് എവിടെ പോയാലും തീരാൻ പോകുന്നില്ല. 1, നമ്മൾ സത്യം തിരിച്ചറിയുക. 2, ഞാൻ പറഞ്ഞു, ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തി ഡിവൈൻ റെവലേഷനിൽ രൂപാന്തരത്തിൽ വളരുന്ന ഒരു വ്യക്തിയുടെ മേൽ ഡിവൈൻ അധികാരം തുറന്നാൽ കൗൺസിലിംഗിനേക്കാൾ നിങ്ങൾക്ക് വർഷങ്ങളായി തലമുറകളായി പിന്തുടരുന്ന ഇതിന്റെ ഉറവിടങ്ങളെ ശാസിക്കുവാൻ നിങ്ങളുടെ മേൽ ഡിവൈൻ അധികാരവും ആധിപത്യവും ദൈവാത്മ തുറക്കും. എവിടെ പഴക്കമുണ്ട്, എത്ര പഴക്കമുണ്ട്, ഇതിനൊന്നും പുറകെ പോകണ്ട. അത് പറയാൻ പറ്റുമെങ്കിൽ 4 ദിവസം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പറഞ്ഞാൽ എത്തിച്ചേരും, എല്ലായിടത്തും എത്തിച്ചേരും. ഇല്ല, ഇന്ന് രാവിലെ ആധിപത്യം ദൈവം തുറക്കുന്നുണ്ട്. ഡിവൈൻ ആധിപത്യം. അതാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത. ന്യൂ ടെസ്റ്റ്മെന്റിൽ പറഞ്ഞുകൊണ്ട് അപ്പന്മാർ
അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കില്ല. കണ്ടോ? അപ്പൊ അവിടെ വരേണ്ടത് എന്താണ്? അപ്പന്മാരിൽ നിന്ന് എന്തൊരു ഇതിന്റെ പുറകെ പോകുകയല്ല, നമ്മളത് ഏറ്റു പറയണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ അരമണിക്കൂറിനത് പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ലീഗലി അതിനെ മുറിക്കുക. എന്നിട്ട് അവർ നിന്ന് മുന്തിരിങ്ങനെ പുറകെയല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ പോകേണ്ടത് ക്രൂശിന്റെ അടുക്കിലേക്കാണ്. നിങ്ങൾ പോകേണ്ടത് റിസറക്ഷന്റെ ശക്തിയുടെ അടുക്കിലേക്കാണ്. അവിടെ നിന്ന് നിങ്ങൾ ആത്മാവിൽ ഡിവൈൻ അധികാരത്തിൽ പ്രഖ്യാപിച്ചാൽ ഇന്ന് രാവിലെ മുറിയാത്തൊരു ശാപമില്ല കേട്ടോ, അഴിയാത്തൊരു ശാപമില്ല. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ഇനി ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിക്കാമെങ്കിൽ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് കുറവുകൾ ഓർമ്മ വരുന്നവർ അതിനെ ഏറ്റുപറയുക. പിതാക്കന്മാരുടെ കൈമാറ്റമുണ്ടെന്ന് തോന്നുന്നവർ അവർ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുക. എന്നിട്ട് അവിടെ കടിച്ചു നീങ്ങിക്കിടക്കുന്ന ഡയറക്റ്റ് ക്രൂശിലേക്ക് വരിക. ക്രൂശിന്റെ വെളിപ്പാട് തുറക്കാൻ പ്രാർത്ഥിക്കുക. പ്രൗഷമന ഘടകത്തിന് എന്നിട്ട് ക്രൂശ് കൊണ്ട് നിർത്തരുത്. റിസറക്ഷൻ പവർ, ദ പവർ ഓഫ് റിസറക്ഷൻ. ഡിവൈൻ കൈമാറ്റങ്ങൾ വിശ്വസിക്കുക. ഡിവൈൻ കൈമാറ്റങ്ങൾ വിശ്വസിക്കുക. ഡിവൈൻ കൈമാറ്റങ്ങൾ വിശ്വസിക്കുക. അവന്റെ ജ്ഞാനം നിന്റേതായി മാറി, അവന്റെ നീതി നിന്റേതായി മാറി, അവന്റെ വിഷ്ടം നിന്റേതായി മാറി, അവന്റെ സമാധാനം നിന്റേതായി മാറി. ഇന്ന് രാവിലെ അവന്റെ കൈമാറ്റങ്ങൾ ഇതിനകത്ത് സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ സോഴ്സുകൾ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ ചേഞ്ച് ആകട്ടെ, ഹൃദയങ്ങൾ ചേഞ്ച് ആകട്ടെ, ഹൃദയങ്ങൾ ചേഞ്ച് ആകട്ടെ, ഹൃദയങ്ങൾ ചേഞ്ച് ആകട്ടെ. എല്ലാ ശാപശക്തികളെയും ഇന്ന് രാവിലെ ഞാൻ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. Let our marriage union be blessed. Our Lord Jesus, Jesus, it has no right that every leader try to make it contrary, spirit try to be whatever the root may be. Because it was aimed on the Christ and I unity by the power of devotion. But that is all for our marriage, because we entered into marriage into the front of you, Lord, in your presence, ushering your name, O Lord Jesus. Let our marriage union be blessed with understanding. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടിയിട്ട് 2 വാക്യങ്ങൾ കൂടെ കാണിച്ച് പ്രാർത്ഥിക്കുകയാണ്. സമയം 6:30 ഒരു 5-6 മിനിറ്റ് കൂടെ സമയമെടുക്കും. എങ്കിൽ ഇനി എനിക്ക് ഈ ഭാഗം ഞാൻ വീണ്ടും അടുത്തൊരു ദിവസം ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യെഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നീനു പെട്ടെന്നൊന്ന് ഓടിച്ചു വായിച്ചു. നീനു അവർ എൻ്റെ വിധികളെ അനുഷ്ഠിക്കാതെ. ലിനി മാഡം, അവർ എന്റെ വിധികളെ അനുഷ്ഠിക്കാതെ എന്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തു. അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തതുകൊണ്ട്. അടുത്ത വാക്യം. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച്. ജാതികളെ ചിഹ്നിക്കാൻ കാരണം എന്താണ്? അവരുടെ കണ്ണ് വിഗ്രഹങ്ങളിലേക്ക് പോയി. അടുത്ത വാക്യം വായിച്ചു.
ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു. അപ്പൊ ഇവര് ജാതികളുടെ ഇടയിലേക്ക് ചിതറിപ്പോകാൻ കാരണം എന്താണ്? ചിതറിപ്പോകാൻ കാരണം ദൈവം സത്യം ചെയ്തതാണ്. ബാക്കി 25 ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. കണ്ടോ, ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ശാപം ആരുടെയാ? ഇപ്പൊ വന്നിരിക്കുന്ന ശാപം പിശാചിന്റെ അല്ല. ഇപ്പൊ വന്നിരിക്കുന്ന ശാപം മാതാപിതാക്കളുടെ അല്ല, ദൈവത്തിൽ നിന്ന് ശാപം വന്നേക്കുക. കാരണം എന്താ? വിഗ്രഹങ്ങളിലേക്ക് പോയി. കണ്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് റിയലായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷെ നിങ്ങൾ ഇനി വിഗ്രഹങ്ങളുടെ പുറകെ അല്ല പോകുന്നു. എനിക്കറിയാം ഇതിനകത്ത് ആരും വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവരില്ല. അപ്പം എവിടെയെങ്കിലും ഒരു നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അതൊന്ന് ഏറ്റുപറയണമെങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ നിങ്ങൾ നിൽക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾ നിൽക്കേണ്ടത് ന്യൂ ടെസ്റ്റ്മെന്റിലാണ്. 2 വാക്യങ്ങൾ, സങ്കീർത്തനം 125 1, 2, 3 പെട്ടെന്ന് ഓടിച്ച് വായിച്ചു മോളെ. ലിനി മാഡം അവിടെ സങ്കീർത്തനം 125:1. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അടുത്ത വാക്ക്, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. കണ്ടോ, ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. ദൈവത്തിൽ നിന്നല്ലാത്ത ശാപങ്ങളാണെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇനി ദൈവത്തിന്റെ നിന്ന് ശാപമാണെങ്കിൽ അവിടെയും ദൈവം തന്നെ കരുതും. കേട്ടോ, ബാബേൽ പ്രവാസത്തിൽ ദൈവം അവരെ കൈവിട്ടില്ല. പക്ഷെ വെച്ച സമയം അവിടെ ജീവിക്കേണ്ടി വന്നു. ബാക്കി 3, നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടവരിക്കണമെന്ന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ വാഴുകയില്ല. നിന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴില്ല. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ ഉണ്ടാകും. യോഹന്നാൻ 14:6 കൂടി ഇട്ട് നമുക്ക് കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന് മേൽ ഇരിക്കില്ല. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നീതിയുടെ കാര്യം എടുക്കുന്നത്. നീതിമാനാണോ നിന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴില്ല. ഇന്ന് രാവിലെ ദൈവം അതിനെ ഓട്ടയ്ക്കും. നിന്റെ അകത്ത് വരുന്ന വെളിപ്പാടാണ് അവനെ ഓട്ടയ്ക്കുന്നത്. യോഹന്നാൻ 14:6 സിസ്റ്റർ, യോഹന്നാൻ 14 സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കണ്ടോ, കർത്താവാണ് ട്രൂത്ത്. നമ്മൾ സകലതിലും കർത്താവിലേക്ക് തിരികെയാണ്. കർത്താവാണ് ജീവൻ, കർത്താവാണ് പുനരുദ്ധാനം, കർത്താവാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, കർത്താവാണ് നമ്മുടെ എക്സിക്യൂട്ടർ, കർത്താവാണ് നമ്മുടെ മഹാപുരോഹിതൻ, കർത്താവാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചവൻ. ന്യൂ കവനന്റ് നിന്റെ ലൈഫിനെ അനുഗ്രഹമാക്കി മാറ്റുന്നതാണ്. അപ്പൊ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ശാപം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നത്. ഈ സെക്ഷൻ കൊണ്ട് നിങ്ങൾക്കത് തൃപ്തിയായില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അല്പസമയം ദൈവസന്നിധിയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു ശാപവും നിങ്ങളുടെ കുടുംബത്തിൽ വാടില്ല. കാരണം അതിനെ പൊട്ടിക്കാനാണ് യേശു കാൽവറിൽ മരിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കവനന്റിന്റെ റെവലേഷൻ നിങ്ങളുടെ അകത്ത് വന്നാൽ, ക്രിസ്തുവിന്റെ മരണത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ ഒരു ദൈവിക ഫേവർ വെളിപ്പെടാൻ തുടങ്ങും. ദ കവനന്റ് access to favor, covenant access to fruitfulness, covenant access to business exploit, covenant access to prosperity, breaking generation cases, covenant access to material bliss, covenant access to the supreme authority over the devil, covenant access to secure your children destiny, covenant access to blessing. ഉടമ്പടി നിങ്ങളുടെ ലൈഫിൽ സകല മേഖലകളും അനുഗ്രഹം കൊണ്ടുവരികയാണ്. പക്ഷേ അത് ചോരുന്ന ഒരു ചോർച്ച ഉണ്ടെങ്കിൽ അത് അടയാനാണ് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കുടുംബങ്ങളുടെ മേൽ നിലനിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ റിസറക്ഷൻ പവർ കൊണ്ട് അതിനെ ഉട്ടയ്ക്കാൻ, നിങ്ങൾ ഏതെങ്കിലും തെറ്റായ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു മൃഗം നിങ്ങളെ ഇടിക്കാൻ വരുന്നു, നിങ്ങളുടെ ബോഡിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു, പല രീതിയിലുള്ള
ഘടകങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു, പേടിക്കുന്നു, പേടിപ്പിക്കുന്നു, പ്രശ്നങ്ങൾ പലതും നടക്കുന്നു, കുടുംബത്തിൽ എന്ത് ചെയ്താൽ ശരിയാകുന്നില്ല. ഇതിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്, അത് ബ്രേക്ക് ആവാൻ പോവുകയാണ്. ഇപ്പൊ പ്രാർത്ഥിക്കും. അടുത്ത 2-3 മിനിറ്റ് വരെ പ്രാർത്ഥിക്കും. അടുത്ത 2-3 മിനിറ്റ് വരെ പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാനല്ല മുറിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ചെയ്യുന്നത്. റിസറക്ഷൻ പവർ നിന്റെ ലൈഫിനെ ട്വിസ്റ്റ് ചെയ്യും. റിസറക്ഷൻ പവർ നിന്റെ കുടുംബത്തിന്റെ ഡെസ്റ്റിനിയെ ഇന്ന് രാത്രി ഷാദൽ കടകദിന, the power of the resurrection, ഷാദൽ കടകദിന ഒന്ന് പ്രാർത്ഥിച്ചു. ഷാദൽ കടകദിനി വൈഡ പ്രൗഢമന കടകദിന വൈശ പ്രൗഢമന കർത്താവേ, ഞാൻ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ കുടുംബങ്ങളുടെ മേൽ കർത്താവേ, ഈ റിലങ്ങൾ മുഴുവൻ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാമ്പൽ കടകമന ഈ ബ്ലെസ്സിങ്ങിന്റെ റിലങ്ങൾ മുഴുവൻ തുറന്നു വരുവാൻ, ഇവരുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടു വരുവാൻ, ഇവരുടെ മേൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സുകൾ വെളിപ്പെട്ടു വരുവാൻ, ഇവരുടെ മേൽ ദൈവത്തിന്റെ ഫ്രൂട്ട്ഫുൾനെസ് വെളിപ്പെട്ടു വരുവാൻ, കവനന്റിലുള്ളത് മുഴുവൻ ഈ കുടുംബങ്ങളുടെ മേൽ തുറന്നു വരുവാൻ ഇന്ന് രാവിലെ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ, ഇവർ അനുഗ്രഹമാകട്ടെ. ഇവരുടെ കുടുംബത്തിന്മേൽ വാഴുന്നതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശ്വാസിക്കുന്നു. വ്യക്തിബന്ധങ്ങളുടെ മേൽ വ്യാപരിക്കുന്നവർ, ബിസിനസിന്റെ മേൽ വ്യാപരിക്കുന്നവർ, തലമുറകളുടെ പഠനത്തിന് മേൽ വ്യാപരിക്കുന്നവർ, കുടുംബ ബന്ധങ്ങളുടെ മേൽ, സഹോദര ബന്ധങ്ങളുടെ മേൽ എവിടെയൊക്കെയാണോ ദൈവഹിതമല്ലാത്തത് വ്യാപരിക്കുന്നവർ, അതിനെ മുഴുവൻ ഇന്ന് രാവിലെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശ്വാസിക്കുകയാണ്. The name of Jesus Christ. കർത്താവിന്റെ കരം ഇപ്പോൾ തുറക്കട്ടെ. കർത്താവിന്റെ കരം ഇപ്പോൾ തുറക്കട്ടെ. ഒന്ന് മാറി നാശത്തിന്റെ പടുകുയിലേക്ക് പിശാച് വലിച്ചെറിയുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ഇന്ന് രാവിലെ അതിന് റിസറക്ഷൻ നടത്തുന്ന, അതിനെ എടുത്തു ധരിക്കുന്ന ദൈവകൃപ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവനായിട്ട് കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ അനുഗ്രഹമാകട്ടെ, ആത്മതലം തുറക്കട്ടെ, കുടുംബങ്ങളുടെ മേൽ വ്യക്തികൾക്ക് രൂപാന്തരം ഉണ്ടാകട്ടെ. ഭയങ്കരമായ ബാരിയറുകൾ, ഭയങ്കരമായ ബ്ലോക്കുകൾ, ഭയങ്കരമായ ഡ്രൈനസുകൾ ഇന്ന് രാവിലെ പൊട്ടിമാറി കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുവാനായ സ്തോത്രം, കർത്താവ് ചെയ്യുവാനായ സ്തോത്രം, കർത്താവ് ചെയ്യുവാനായ സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനകത്തുള്ള സത്യങ്ങൾക്കും കർത്താവ് ഞങ്ങളുടെ ലൈഫിനകത്ത് നടക്കുന്ന സംഭവങ്ങൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ എനിക്ക് സ്തോത്രം ചെയ്തു. കർത്താവ്, ഞങ്ങൾ തിരിച്ചറിയാതെ ഞങ്ങൾ അനുഭവിക്കുന്ന പല ഘടകങ്ങൾ, ബാരിയറുകളായി ഞങ്ങളുടെ മേൽ നിൽക്കുമ്പോൾ തിരുവചനത്തിനകത്തുനിന്നും പരിശുദ്ധാത്മാവിനാലും ഞങ്ങൾ തിരിച്ചറിയുന്ന തിരിച്ചറിവുകളുടെ നടുവിൽ ഞങ്ങൾ അനുതാപത്തോടെ മാനസാന്തരത്തോടെ അങ്ങിലേക്ക് തിരികുകയും ഞങ്ങൾ കർത്താവിന്റെ കാൽവരിൽ നടന്ന കൈമാറ്റങ്ങളെ ഞങ്ങൾ ബോധ്യമുള്ളവരായി മാറുകയും ഞങ്ങൾ കർത്താവിനെ, യേശുവിനെ ഞങ്ങൾ കർത്താവായി കർത്തൃത്വം നടത്തുന്നവനായി സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ പിന്തുടർന്ന സകലവിനെയും അങ്ങ് പൊളിച്ചു മാറ്റി ഞങ്ങളെ ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളുടെ നിറവിലേക്ക് നടത്തുമെന്ന് വചനത്തിന്റെ വെളിപ്പാടുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ അനുഗ്രഹങ്ങൾ മുഴുവൻ ഈ കുടുംബങ്ങളുടെ മേൽ നിറഞ്ഞു വരട്ടെ. കർത്താവ് എല്ലാ ചോർച്ചകളും അടയട്ടെ, എല്ലാ ചോർച്ചകളും അടയട്ടെ. കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ കർത്താവ് വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാചേ, ഇന്ന് രാവിലെ അല്പസമയം കൊണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഈ സത്യങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ മക്കൾ ഏറ്റുപറഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ഇന്നു മുതൽ നിനക്ക് ഒരവകാശവാദവും ഇല്ലെന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. നീ കുടുംബങ്ങളെ തൊട്ടുപോകരുത്. ഇന്ന് രാവിലെ നിന്റെ കരം നീ പിൻവലിക്കുക. ഈ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങുകൾ, ദൈവത്തിന്റെ ഫേവറുകൾ, ദൈവത്തിന്റെ മഹിമകൾ എല്ലാം തുറന്നു വരട്ടെ. കർത്താവേ, ഞാൻ അവനായിട്ട് കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ചവനായ സ്തോത്രം, രക്തത്തെ ഞങ്ങളെ കഴുകിയവനായ സ്തോത്രം, ഞങ്ങൾ നീതീകരിച്ചവനായ സ്തോത്രം, ഞങ്ങൾ വീണ്ടെടുത്തവനായ സ്തോത്രം. എവിടെയെങ്കിലും അറിവുകളോട് സംഭവിച്ചവനെ മുഴുവൻ കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങൾ എടുത്തു മാറ്റി അങ്ങയാലുള്ള സകല അനുഗ്രഹങ്ങളും, കർത്താവ് യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്താലുള്ള സകല അനുഗ്രഹങ്ങളും അങ്ങയുടെ മക്കളുടെ മേൽ സമൃദ്ധിയോടെ തുറക്കണവനായി ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥനകരമായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരിയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം. Shalom. Shalom. Shalom.